അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കാൻ അന്വേഷണ കമ്മിറ്റിയെ രൂപീകരിച്ചു. പ്രസിഡന്റ് ശ്വേത മേനോൻ, എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യു, നടൻ ദേവൻ, നടി ശ്രീദേവി, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. 60 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് തീരുമാനം. സൂര്യശ്രീ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. സൂര്യശ്രീ, കഴിഞ്ഞ താരസംഘടനയിലെ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടുമുമ്പൊക്കെ നടന്ന വലിയ ചർച്ചകളുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം. അതിനെ ചൊല്ലി പരസ്യ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് താരസംഘടന അതിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്ന തീരുമാനം? വിജയകുമാർ, താരസംഘടന അമ്മയിൽ പുതിയ ഭാരവാഹികൾ ഏറ്റെടുത്തതിനു ശേഷമുള്ള രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നു. ഇതിലെ മുഖ്യ അജണ്ടയായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം. താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമായിരുന്ന ഒരു ആരോപണമായിരുന്നു മെമ്മറി കാർഡ് വിവാദം. മീറ്റു ആരോപണ സമയത്ത് 2018 മീറ്റു ആരോപണ സമയത്ത് ഈ താരസംഘടനയായ അമ്മയിലെ തന്നെ വനിതാ അംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും അവരുടെ അനുഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇത് ഒരു വീഡിയോയിൽ പകർത്തിയിരുന്നു. ഈ വീഡിയോ പകർത്തിയ മെമ്മറി കാർഡ് എവിടെയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അത് പൊന്നപ്പ ബാബു, ഉഷ ഹസീന, പ്രിയങ്ക എന്നിവർ ആരോപിച്ചിരുന്നത്. ഇത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരന്റെ കയ്യിലുണ്ടെന്നുള്ള വാദമായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. ഈ വിഷയം വലിയ രീതിയിൽ സംഘടനയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഈ ഒരു സമയത്താണ് അമ്മയുടെ തന്നെ പ്രസിഡന്റായി ശ്വേത മേനോൻ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദം അന്വേഷിക്കുമെന്നടക്കം തന്നെ ശ്വേത മേനോൻ പറഞ്ഞിരുന്നു. ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇതിനൊരു തീരുമാനമായിരിക്കുകയാണ്. അന്വേഷണ കമ്മിറ്റിയിൽ ഒരു 5 അംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ശ്വേത മേനോൻ, എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യു, നടൻ ദേവൻ, നടി ശ്രീദേവി, അഡ്വക്കേറ്റ് ആശ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് ഇത് അന്വേഷിച്ച് 60 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഈ കമ്മിറ്റിയിൽ ഒരു അഭിഭാഷക ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പരിശോധന നടത്തി സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.